ശിവഗിരി എച്ച് റേഡിയോ സാസദസനിത പനിത മഗ മഗരിസ സാസദസനിത പനിത മഗ മഗരിസ ശിവഗിരി എച്ച് റേഡിയോ. ഇന്ന് 1200 ആണ്ട് ചിങ്ങം 1. ശിവഗിരി എച്ച് റേഡിയോയുടെ പുതുവത്സരാശംസകൾ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, അവിനാഷ്, അനഖാറാം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ: 2005 മുതലുള്ള ഖനന നികുതിക്ക് സംസ്ഥാനങ്ങൾക്ക് അർഹത. റഷ്യൻ മേഖലയിൽ യുക്രൈൻ സൈനികർ, സ്ഥിരീകരിച്ച സെലൻസ്കി. വയനാട് പുനരധിവാസം 1-ാം ഘട്ടത്തിന് തുടക്കം. വടക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ കവർച്ച. ശ്രീജേഷിന് ആദരമായി 16-ാം നമ്പർ ജേഴ്സി പിൻവലിച്ചു. 5 ദിവസം ശക്തമായ മഴ. അവസാന നിമിഷം അമേരിക്ക ഒളിമ്പിക് ചാമ്പ്യന്മാർ. തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി പരാതി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. 2005 മുതലുള്ള ഖനന നികുതിക്ക് സംസ്ഥാനങ്ങൾക്ക് അർഹത. ധാതുക്കൾക്കും കണികകൾക്കും ധാതുസമ്പന്നമായ മറ്റു ഭൂമികൾക്കുമുള്ള നികുതികൾ പിരിക്കാൻ സംസ്ഥാനങ്ങൾക്കാണ് അധികാരമെന്ന ചരിത്രവിധിക്ക് സുപ്രീം കോടതി 2005 ഏപ്രിൽ 1 മുതൽ മുൻകാല പ്രാബല്യം നൽകി. അന്നു മുതലുള്ള നികുതി കേന്ദ്ര സ്ഥാപനങ്ങളും ഖനന കമ്പനികളും സംസ്ഥാനങ്ങൾക്ക് നൽകണം. ഇക്കഴിഞ്ഞ ജൂലൈ 25-നാണ് സംസ്ഥാനങ്ങൾക്ക് അനുകൂലമായ വിധി പ്രസ്താവിച്ചത്. മുൻകാല പ്രാബല്യം വേണമെന്ന ചില സംസ്ഥാനങ്ങളുടെ ആവശ്യവാദം കേട്ട് കഴിഞ്ഞ ദിവസം അംഗീകരിക്കുകയായിരുന്നു. റഷ്യൻ മേഖലയിൽ യുക്രൈൻ സൈനികർ, സ്ഥിരീകരിച്ച സെലൻസ്കി. റഷ്യയുടെ ഭാഗമായ കുറസ്കി മേഖലയ്ക്കുള്ളിൽ യുക്രൈൻ സൈനികർ എത്തിയതായി സ്ഥിരീകരിച്ച യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി. റഷ്യൻ മേഖലയിൽ കടന്നുകയറുന്നത് സംബന്ധിച്ച കാര്യത്തിൽ ഇതാദ്യമായാണ് യുക്രൈൻ സ്ഥിരീകരണം നടത്തുന്നത്. സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് സെലൻസ്കി ഇക്കാര്യം വ്യക്തമാക്കിയത്. യുക്രൈൻ സൈനികരുടെയും കമാൻഡോകളുടെയും ധൈര്യത്തിനും നിർണായക നടപടികളും സെലൻസ്കി പ്രശംസിച്ചു. റഷ്യ മണ്ണിലേക്കുള്ള കടന്നാക്രമണത്തെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ വിശദീകരിച്ചില്ല. പ്രദേശത്ത് മാനുഷിക സഹായം വാഗ്ദാനം ചെയ്ത സെലൻസ്കി ഇതിനായി പദ്ധതി തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി. റഷ്യയുടെ കുറസ്കി മേഖലയിൽ 1000 ചതുരശ്ര കിലോമീറ്റർ യുക്രൈന്റെ നിയന്ത്രണത്തിലാണ്. യുക്രൈൻ സൈനിക മേധാവി ഓളോസ്റ്റാർ സിർക്കിയും സ്ഥിരീകരിച്ചു. വയനാട് പുനരധിവാസം 1-ാം ഘട്ടത്തിന് തുടക്കം. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുള്ള 4 ലക്ഷവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള 2 ലക്ഷവും ചേർത്താണിത്. പുനരധിവാസത്തിന്റെ 1-ാം ഘട്ടമായി ദുരിതബാധിതരെ ക്യാമ്പുകളിൽ നിന്ന് സർക്കാർ സജ്ജമാക്കിയ വാടക വീടുകളിലേക്ക് മാറ്റി തുടങ്ങി. ടൗൺഷിപ്പ് പൂർത്തിയാകുന്നതുവരെയാണ് താൽക്കാലിക ഇടങ്ങളിൽ താമസിക്കേണ്ടി വരികയെന്നും ഉപജീവന മാർഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്യാമ്പുകളിലും കുടുംബ വീടുകളിലും ആശുപത്രിയിലും കഴിയുന്നവർ ഉൾപ്പെടെ അർഹരായ മുഴുവൻ പേർക്കും സഹായം ലഭ്യമാകും. നഷ്ടം കണക്കാക്കാനും പുനരധിവാസ പദ്ധതി രേഖ കേന്ദ്രത്തിന് സമർപ്പിക്കാനുമുള്ള നടപടികൾ ഉടൻ പൂർത്തിയാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വടക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ കവർച്ച. വടക്കോട്ടുകാവ് ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചികളും നിലവിളക്കും കവർന്നു. 2 കാണിക്ക വഞ്ചികളും വിളക്കുമാണ് കവർന്നത്. രാത്രി ക്ഷേത്രം മതിൽ ചാടിക്കടന്ന മോഷ്ടാവ് ഊട്ടുപുരയുടെ കതക് പൊളിച്ച് അവിടെ ഉണ്ടായിരുന്ന വിളക്കുകളും കാണിക്ക വഞ്ചിയുമാണ് കവർന്നത്. ക്ഷേത്രത്തിനകത്ത് സൂക്ഷിച്ചിരുന്ന മറ്റൊരു കാണിക്ക വഞ്ചിയും മോഷ്ടിച്ചു. മുഖം തുണികൊണ്ട് മറച്ച് കെട്ടിയാണ് മോഷ്ടാവ് ക്ഷേത്ര വളപ്പിലെത്തിയത്. 2 ആഴ്ച മുമ്പും ക്ഷേത്രത്തിൽ മോഷണം നടന്നു. കാണിക്ക വഞ്ചിയിൽ നിന്ന് പണം കവരുകയും ചെയ്തിരുന്നു. ഊട്ടുപുരയുടെ പൂട്ട് പൊളിക്കുന്ന ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. നഗരൂർ പോലീസിൽ പരാതി നൽകി. ശ്രീജേഷിന് ആദരമായി 16-ാം നമ്പർ ജേഴ്സി പിൻവലിച്ചു. പാരീസ് ഒളിമ്പിക്സോടെ വിരമിച്ച ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഇതിഹാസ ഗോൾ കീപ്പറും മുൻ ക്യാപ്റ്റനുമായ മലയാളി താരം PR ശ്രീജേഷിനോടുള്ള ആദരമായി അദ്ദേഹത്തിന്റെ 16-ാം നമ്പർ ജേഴ്സി പിൻവലിച്ച് ഹോക്കി ഇന്ത്യ. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിൽ ഇനി ആർക്കും 16-ാം നമ്പർ ജേഴ്സി നൽകില്ല. 18 വർഷം നീണ്ട കരിയറിൽ 2 ഒളിമ്പിക്സ് വെങ്കലം ഉൾപ്പെടെ രാജ്യത്തിന് നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ശ്രീജേഷിന് ഇന്ത്യൻ ഹോക്കി ടീമിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് തീരുമാനം. PR ശ്രീജേഷ് ദ ഗോഡ് ഓഫ് ഇന്ത്യൻ ഹോക്കി എന്ന പേരിൽ നടത്തിയ ചടങ്ങിൽ ശ്രീജേഷിന്റെ 16-ാം നമ്പർ ജേഴ്സി അണിഞ്ഞാണ് സഹതാരങ്ങൾ എത്തിയത്.
5 ദിവസം ശക്തമായ മഴ. സംസ്ഥാനത്ത് 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. രായലസീമ മുതൽ കോമറിൻ മേഖല വരെ 900 മീറ്റർ വരെ ഉയരം വരെ ന്യൂനമർദ്ദപാത സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ്. തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവസാന നിമിഷം അമേരിക്ക ഒളിമ്പിക് ചാമ്പ്യന്മാർ. നവ്യവും വിചിത്രവുമായ ഒരുപാട് ഓർമ്മകൾ ലോകത്തിന് സമ്മാനിച്ച് ആധുനിക ഒളിമ്പിക്സിന്റെ 33-ാം പതിപ്പിന് പാരീസിൽ കൊടിയിറങ്ങി. പാരീസിലെ സ്റ്റേഡ് ഡി ഫ്രാൻസിൽ ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെ 12:30 മുതലാണ് സമാപന ചടങ്ങുകൾ ആരംഭിച്ചത്. PR ശ്രീജേഷും മനു ഭാക്കറും സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തി. അവസാന ദിവസത്തെ അവസാന മത്സരമായ വനിതകളുടെ ബാസ്കറ്റ്ബോളിൽ ആതിഥേയരായ ഫ്രാൻസിനെ തോൽപ്പിച്ച് അമേരിക്ക ഒളിമ്പിക് ചാമ്പ്യൻ പട്ടം നിലനിർത്തി. 17 ദിവസം നീണ്ടുനിന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ചൈനയെ മറികടന്നാണ് അമേരിക്ക ജേതാക്കളായത്. 40 സ്വർണം വീതമാണ് അമേരിക്കയും ചൈനയും പാരീസിൽ നിന്ന് സ്വന്തമാക്കിയത്. 2.5 മണിക്കൂർ നീണ്ട സമാപന ചടങ്ങിൽ അടുത്ത ഒളിമ്പിക്സിന് വേദിയാകുന്ന US-ലെ ലോസ് ആഞ്ചലസ് നഗരത്തിന്റെ മേയർ കരൺ ബാസ്, പാരീസ് മേയർ ആനി ഹിഡാൻഗോയിൽ നിന്ന് ഒളിമ്പിക് പതാക ഏറ്റുവാങ്ങി. 2028-ലാണ് ലോസ് ആഞ്ചലസിൽ ഒളിമ്പിക്സിന് തിരിതെളിയുക. തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി പരാതി. വീടുകളിൽ നിന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ ഓടയിലൂടെ തോട്ടിലേക്ക് ഒഴുക്കുന്നതായി പരാതി. കവലയൂർ തോട്ടിലേക്കാണ് മാലിന്യം ഒഴുക്കുന്നത്. കക്കൂസ് മാലിന്യം ഉൾപ്പെടെയാണ് ഓടയിലേക്ക് ഒഴുക്കുന്നതായി പരാതി ഉയർന്നിട്ടുള്ളത്. ധാരാളം ആളുകൾ കുളിക്കാനും തുണി അലക്കാനും ഒക്കെ ആശ്രയിക്കുന്ന തോട്ടിലേക്കാണ് മാലിന്യം ഒഴുകിയെത്തുന്നത്. ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. വിഷയം പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ ആരോഗ്യ വകുപ്പിലും ഗ്രാമപഞ്ചായത്തിനും പരാതി നൽകിയിട്ടുണ്ട്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. 2005 മുതലുള്ള ഖനന നികുതിക്ക് സംസ്ഥാനങ്ങൾക്ക് അർഹത. റഷ്യൻ മേഖലയിൽ യുക്രൈൻ സൈനികർ, സ്ഥിരീകരിച്ച സെലൻസ്കി. വയനാട് പുനരധിവാസം 1-ാം ഘട്ടത്തിന് തുടക്കം. വടക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ കവർച്ച. ശ്രീജേഷിന് ആദരമായി 16-ാം നമ്പർ ജേഴ്സി പിൻവലിച്ചു. 5 ദിവസം ശക്തമായ മഴ. അവസാന നിമിഷം അമേരിക്ക ഒളിമ്പിക് ചാമ്പ്യന്മാർ. തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി പരാതി. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി. 7ാം ക്ലാസ് C ഡിവിഷനിലെ അഗ്നിജ അഗ്നിമ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ഇന്ത്യൻ ഹോക്കി ടീമിൽ നിന്നും 16-ാം നമ്പർ ജേഴ്സി ഒഴിവാക്കിയത് ആരോടുള്ള ആദരസൂചകമായിട്ടാണ്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ശിവഗിരി HS റേഡിയോ നുറുങ്ങുവെട്ടം പരിപാടിയിൽ മലയാള സാഹിത്യവും മലയാള സിനിമയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കേൾക്കാം. അവതരണം ആവണി. മലയാള സാഹിത്യത്തിലെ മഹാമേരുവായ MT വാസുദേവൻ നായർ സിനിമയിലും ആ വിശേഷണത്തിനർഹനാണ്. 50-ലേറെ തിരക്കഥകളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. ഭാവതീവ്രമായ സിനിമകളാൽ മലയാളിയെ മോഹിപ്പിച്ച സംവിധായകൻ പത്മരാജനാകട്ടെ ആദ്യ നോവലായ നക്ഷത്രങ്ങളെ കാവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആളുമായിരുന്നു. മറ്റു ഭാഷകളിലെ സിനിമകളിൽ നിന്ന് മലയാള സിനിമയെ വേറിട്ടു നിർത്തുന്നത് സാഹിത്യവുമായുള്ള ഈ ബന്ധമാണ്. മറ്റു ഭാഷാ സിനിമകൾക്കില്ലാത്ത വിഷയവൈവിധ്യവും ജീവിത പരിസരങ്ങളും മലയാള സിനിമയ്ക്ക് ലഭ്യമാകുന്നതും രാജ്യാന്തര തലത്തിൽ വരെ അത് ചർച്ചയാകുന്നതും ഈ ബന്ധത്തിൽ നിന്ന് തന്നെയാണ്. മലയാള സാഹിത്യത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് എണ്ണം പറഞ്ഞ ചെറുകഥകളിലൂടെയും നോവലുകളിലൂടെയും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കൂട്ടം
പുതുതലമുറ എഴുത്തുകാർ സിനിമയിലും സജീവമാകുന്ന കാലമാണ്. സ്വന്തം കഥകൾക്കും നോവലുകൾക്കും തിരക്കഥാരൂപം നൽകുന്നത് കൂടാതെ സ്വതന്ത്ര തിരക്കഥാ രചനയിലൂടെയും മലയാള സിനിമയ്ക്ക് പുതിയ ഭാവുകത്വം സമ്മാനിക്കുന്നതിൽ വലിയ പങ്ക് ഇന്ന് ഈ യുവ എഴുത്തുകാർക്കുണ്ട്. ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയവരും ഇന്ത്യയിലെ മുൻനിര സാഹിത്യ പുരസ്കാരങ്ങളും കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും നേടിയവരുമൊക്കെ എഴുത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സിനിമാ ലോകത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS Radio.